Windows 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോൾഡർ സ്ട്രക്ചർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വിൻഡോസ് ഫോൾഡറിനെ കുറിച്ച് കുറച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ക്ലാസ്സിൽ ആ വിൻഡോസ് ഫോൾഡറിൻ്റെ അകത്ത് ഇനിയും എന്തൊക്കെ ഫോൾഡറാണുള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഈ ക്ലാസ് അഡ്വാൻസ്ഡ് ക്ലാസ്സാണ്. നോർമൽ യൂസേഴ്സ് ഈ ക്ലാസ് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ലാഗിൻ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് പ്രീ ഫെച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഫോൾഡർ അവർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത് നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുക എന്നുള്ളതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഒരു ഗസ് ചെയ്തിട്ട് ആവശ്യമുള്ള ആ ഫയലിനൊക്കെ മെമ്മറീൻ്റെ അകത്ത് ലോഡ് ചെയ്ത് കളയും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത വർക്കിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വർക്ക് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് റണ്ണാവും. എന്ന് വെച്ചാൽ അടുത്ത് നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള ഫയലിനൊക്കെ ഹാർഡ് ഡിസ്കിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് മെമ്മറിയിൽ ലോഡ് ചെയ്യും. എല്ലാ സമയത്തും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഈ ഡിസിഷൻ കറക്റ്റായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത് നിങ്ങൾ ഈ വർക്കാണ് ചെയ്യുക എന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈഡ് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള ഫയലിനൊക്കെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിചാരിച്ച ഫയലിനെ ഓപ്പൺ ചെയ്യാതെ വേറെ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ ഫെച്ച് ഫെയിലിയർ ആവും. ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ എന്ത് ഓപ്പൺ ചെയ്യുന്നുവോ അതിന് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൽ നിന്ന് റീഡ് ചെയ്തിട്ട് മെമ്മറിയിൽ കോപ്പി ചെയ്തിട്ട് റൺ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. CPU-ലും ഇതുപോലെ ക്യാച്ച് മെമ്മറി എന്നൊക്കെ ഉണ്ട്. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും അവർ ക്യാച്ചിനെ യൂസ് ചെയ്യുന്നുണ്ട്. വിൻഡോസ് ഫോൾഡറിൽ അടുത്ത ഇമ്പോർട്ടൻ്റായ ഫോൾഡർ എന്താണ് എന്നുള്ള കാര്യം നോക്കാം. ഇവിടെ നിങ്ങൾക്ക് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ റിസോഴ്സ് ഫോൾഡറിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തീംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾ കുറേ തീംസിനെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫോൾട്ട് തീംസും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന തീംസും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ ഫോൾഡറിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയലെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫയലിന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. പക്ഷേ ഡിലീറ്റ് ചെയ്യണത് അത്ര നല്ലതല്ല. കാരണം ഈ ഫോൾഡറിനകത്ത് ഇതുവരെ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ അപ്ഡേറ്റിനെ ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫോൾഡറിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റിന് പോവുകയാണെങ്കിൽ ഇതുവരെ ഈ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ അപ്ഡേറ്റ് ലോഡായിട്ടുണ്ട്, ഇനി എന്ത് അപ്ഡേറ്റാണ് ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റിൽ ചെന്നാൽ എല്ലാ അപ്ഡേറ്റും നിങ്ങൾക്ക് കാണിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ മുമ്പ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അപ്ലൈ ചെയ്ത അപ്ഡേറ്റും ചേർത്തിട്ടാണ് കാണിക്കുക. ഈ ഫോൾഡർ നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഈ ഫോൾഡർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അപ്ഡേറ്റിന് പോയാൽ ഇതിൻ്റെ മുമ്പ് എന്തൊക്കെ അപ്ഡേറ്റ് ലോഡായിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അറിയാം. അതുകൊണ്ട് ആദ്യമേ നമ്മൾ അപ്ലൈ ചെയ്ത അപ്ഡേറ്റ്സ് ഒന്നും നിങ്ങൾക്ക് കാണിക്കില്ല. പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുള്ളൂ. ഇവിടെ തന്നെ നിങ്ങൾക്ക് സിസ്റ്റം 32 എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായ ഫോൾഡറാണ്. ഈ ഫോൾഡറിനകത്ത് EXE ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ വരുന്ന ആപ്ലിക്കേഷനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫോൾഡറിനകത്ത് തന്നെ നിങ്ങൾക്ക് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. സിസ്റ്റം 32-ൽ കോൺഫിഗ് ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്ട്രീൻ്റെ ഡേറ്റയിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രജിസ്ട്രിയിൽ തന്നെ നോക്കിയാൽ കമ്പ്യൂട്ടറുടെ രജിസ്ട്രി ഉണ്ട്. അതിനെ നമ്മൾ ലോക്കൽ മെഷീൻ എന്ന് പറയും. ഈ ലോക്കൽ മെഷീൻ്റെ രജിസ്ട്രി സെറ്റിങ്ങിന് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രജിസ്ട്രിയിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ലോക്കൽ യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓരോ യൂസറും കമ്പ്യൂട്ടറിൽ ലാഗിനായിട്ട് മൗസ് സ്പീഡ്, കീബോർഡ്, ഡെസ്ക്ടോപ്പ്, വാൾപേപ്പർ എല്ലാം ചേഞ്ച് ചെയ്യും. ഓരോ യൂസർ ചെയ്യുന്ന സെറ്റിംഗ് മുഴുവനും ആ യൂസറുടെ ഫോൾഡറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഓരോ യൂസറുടെ സെറ്റിങ്ങും സ്റ്റോർ ചെയ്യുമ്പോൾ ആ യൂസറുടെ ഫോൾഡറിനകത്ത് NT_user.dat എന്നുള്ള നെയിമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. രജിസ്റ്ററിൻ്റെ അകത്ത് രണ്ട് കാര്യമുണ്ട്. കമ്പ്യൂട്ടറുടെ സെറ്റിംഗ് തനിച്ച് സ്റ്റോർ ചെയ്യും, യൂസറുടെ സെറ്റിംഗ് തനിച്ച് സ്റ്റോർ ചെയ്യും. കമ്പ്യൂട്ടറുടെ സെറ്റിംഗ് മുഴുവനും ഈ കോൺഫിഗ് ഫോൾഡറിനകത്താണ് സ്റ്റോർ ചെയ്യുക. ഓരോ യൂസറുടെ രജിസ്ട്രി സെറ്റിംഗ് എവിടെയാണോ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം നോക്കുക. C ഡ്രൈവിൽ യൂസർ ഫോൾഡറിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ യൂസറിനും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ പാണ്ടി ഫോൾഡറിനെ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇതിൻ്റെ താഴെ നോക്കിയാൽ നമുക്ക് NT_user.dat എന്നൊരു ഫയൽ ഉണ്ടാവും. ഈ പാണ്ടി എന്നുള്ള യൂസർ
കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ചേഞ്ചസ് മുഴുവനും, അതായത് വാൾപേപ്പർ, മൗസിൻ്റെ സ്പീഡ്, ഇങ്ങനത്തെ സെറ്റിംഗ് മുഴുവനും ഈ യൂസറുടെ ഫോൾഡറിനകത്ത് ഈ നെയിമിലാണ് അവർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പാണ്ഡി എന്നുള്ള യൂസർ ലാഗിൻ ആയാൽ ഈ ഫയലിന് രജിസ്റ്ററിൽ ലോഡ് ചെയ്തിട്ട് ഈ യൂസർ ആദ്യമേ എന്തൊക്കെയാണ് വാൾപേപ്പർ യൂസ് ചെയ്തത്, എന്തൊക്കെ സെറ്റിംഗാണ് ചെയ്തത് എന്നുള്ളതിന് ഈ പാണ്ഡി എന്നുള്ള യൂസറിന് അപ്ലൈ ചെയ്തളയും. നമുക്ക് രജിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. നമുക്ക് ഒരിക്കൽ കൂടി വിൻഡോസ് ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാം. വിൻഡോസ് ഫോൾഡറിൽ വെബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ടാവും. ഈ ഫോൾഡറിനകത്താണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന വാൾപേപ്പർ മുഴുവനും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഈ വാൾപേപ്പർ എന്നുള്ള ഫോൾഡറിനെ ഓപ്പൺ ചെയ്താൽ ഇവിടെ വിൻഡോസ് 10 5 വാൾപേപ്പർ കാണിക്കുന്നുണ്ട്. ഈ വാൾപേപ്പറാണ് നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റിങ്ങിൽ കാണിക്കുക. ഒരു എക്സാമ്പിളിന് നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണലൈസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാൾപേപ്പറിൽ 5 വാൾപേപ്പർ കാണിക്കുന്നുണ്ട്. ഈ ഫോൾഡറിനകത്ത് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ആ ഇൻഫർമേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്ന് വാൾപേപ്പർ വല്ലതും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത വാൾപേപ്പർ നിങ്ങൾക്ക് കാണിക്കും. വിൻഡോസ് ഫോൾഡറിലേക്ക് പോവുക. ഈ വിൻഡോസ് ഫോൾഡറിനകത്ത് എല്ലാ ഫോൾഡറുടെ ഫംഗ്ഷനും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഫോൾഡറുടെ നെയിമിനെ ഇൻ്റർനെറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ ആ ഫോൾഡറുടെ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ടെംപ്രവറി എന്നൊരു ഫോൾഡറുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആകുമ്പോൾ കുറേ ടെംപ്രവറി ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ടെംപ്രവറി ഫയൽസിന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ടെംപ്രവറി ഫയലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുമ്പോൾ കുറച്ച് ടെംപ്രവറി ഫയൽസിനെ യൂസ് ചെയ്യും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ടെംപ്രവറി ഫയൽസിന് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് 2 ഫയൽ ഡിലീറ്റ് ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ 2 ഫയലിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൽ സ്ഥലമില്ല എന്ന് തോന്നിയാൽ ഈ ടെംപ്രവറി ഫയൽസിനെ നേരിട്ടും ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക് ക്ലീനപ്പ് യൂസ് ചെയ്തിട്ടും ഡിലീറ്റ് ചെയ്യുക. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ .log എന്നുള്ള ഫയൽ കുറേ സ്ഥലത്തുണ്ടാവും. ഡീബഗിൻ്റെ അകത്ത് മാത്രം ഉണ്ടാവില്ല, പുറമെയും ലോഗ് ഫയൽ കുറേ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളിന് നമ്മൾ വിൻഡോസ് ഫോൾഡറിൽ തന്നെ നോക്കിയാൽ താഴെ കുറേ ലോഗ് ഫയൽ ഉണ്ടാവും. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന പ്രശ്നത്തിനൊക്കെ ഇതുപോലെ ഓരോ ടൈപ്പായ ലോഗ് ഫയലിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ വിൻഡോസ് ഫോൾഡറിൻ്റെ അകത്ത് കുറച്ച് ഫോൾഡറിനെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്ററിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റായ പ്രോബ്ലം എന്താണ് എന്ന് നോക്കിയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് വല്ലതും കറപ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കരുതിയാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിനൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമുള്ള കുറേ ഫയൽസ് അവർ C ഡ്രൈവിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ വല്ലതും കറപ്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയലിൽ എന്ത് ഫയലാണ് കറപ്റ്റായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ ഫയലിനെ നമ്മൾ ശരിയാക്കണം. ഇതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ വല്ല പ്രശ്നം വന്നാൽ അതിന് നിങ്ങൾക്ക് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഫയൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈ ഫയൽ സിസ്റ്റത്തിന് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സിസ്റ്റം ഫയൽ ചെക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് തന്നിട്ടുണ്ട്. ഈ കമാൻഡിനെ നമ്മൾ സിമ്പിളായിട്ട് SFC എന്ന് പറയും. ഈ കമാൻഡിനെ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ പവറിൽ റൺ ചെയ്താൽ ഈ കമാൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ ഇൻറ്റിഗ്രിറ്റിയൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇൻറ്റിഗ്രിറ്റി പറഞ്ഞാൽ ഫയൽ കറക്റ്റായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ വല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യും. വൈറസ് പ്രോഗ്രാമൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തി കളയും. അതുപോലെ വല്ല ചേഞ്ചസ് വന്നിട്ടുണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ വല്ലതും ഡിലീറ്റ് ആയിട്ടുണ്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ വല്ലതും കറപ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള എല്ലാ കാര്യവും ഈ ഒരു കമാൻഡ് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യും. ഈ കമാൻഡിനെ നിങ്ങൾ റൺ ചെയ്താൽ ഈ കമാൻഡിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ ഫയലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിയും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ എല്ലാം ഒരിക്കൽ ചെക്ക് ചെയ്യും. അതുപോലെ ചെക്ക് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഫയലിന് ഈ കമാൻഡ് തന്നെ ശരിയാക്കും. അതുപോലെ ശരി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കമാൻഡിന് ഒറിജിനൽ ഫയലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമേ നോക്കി SXX ഫോൾഡറിൻ്റെ അകത്ത് ബാക്കപ്പിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ മുഴുവനും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ കമാൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വല്ല ഫയൽ കറപ്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്ത് ഫയലാണ് കറപ്റ്റായിട്ടുള്ളതോ ആ ഫയലിന് ഈ ബാക്കപ്പ് നിന്ന് കോപ്പി ചെയ്യും. ബാക്കപ്പ് നിന്ന് കോപ്പി ചെയ്തിട്ട് ആ ഫയലിന് വിൻഡോസ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് കളയും.
ഒരു എക്സാമ്പിളിന് ഒരു ഫയൽ കറപ്റ്റായിട്ടുണ്ട് എന്ന് കരുതുക. ആ ഫയലിന് ബാക്കപ്പ് എന്ന് എടുത്തിട്ട് വിൻഡോസ് ഫോൾഡറിലേക്ക് പുതിയതായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ പ്രശ്നത്തിന് നിങ്ങൾക്ക് ശരിയാക്കും. ഒരു പക്ഷേ കറപ്റ്റായ ഫയൽ ബാക്കപ്പിൻ്റെ അകത്തില്ലെങ്കിൽ നിങ്ങൾ DVD ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. DVD ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം DVD ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കപ്പിൻ്റെ അകത്ത് വല്ല ഫയൽ ഇല്ലെങ്കിൽ ആ ഫയലിന് DVD കോപ്പി ചെയ്തിട്ട് വിൻഡോസ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് കളയും. ഈ കമാൻഡിൽ ഉള്ള ഒരു പ്രശ്നം എന്തെന്നാൽ DVD മാത്രമേ കറപ്റ്റായ ഫയലിന് കോപ്പി ചെയ്തിട്ട് ശരിയാക്കുള്ളൂ. നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ DVD യൂസ് ചെയ്യാറില്ല, USB ഫ്ലാഷ് ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. പെൻ ഡ്രൈവ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ലോഡ് ചെയ്യുക. പക്ഷേ ഈ കമാൻഡ് പെൻ ഡ്രൈവിൽ നിന്ന് ആ കറപ്റ്റായ ഫയലിനെ കോപ്പി ചെയ്തിട്ട് വിൻഡോസ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യില്ല. ഇതുപോലെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ DVD ഡ്രൈവും നമ്മളുടെ കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ DVD ഇൻസെർട്ട് ചെയ്യണം. എന്നിട്ട് വേണം ഈ കമാൻഡിനെ റൺ ചെയ്യാൻ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ISO ഫയലിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് സൈറ്റിൽ തന്നെ ISO ഫയലിനെ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡൗൺലോഡ് ചെയ്ത ISO ഫയലിനെ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അതുപോലെ മൗണ്ട് ചെയ്താൽ താഴെ പുതിയതായിട്ട് ഒരു DVD ഡ്രൈവ് ക്രിയേറ്റ് ആവും. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫിസിക്കലായിട്ട് DVD ഡ്രൈവ് ഉണ്ടാവില്ല, പക്ഷേ ISO ഫയലിനെ മൗണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു DVD ക്രിയേറ്റ് ആവും. ഇതുപോലെ DVD ക്രിയേറ്റ് ആയ പിന്നെ നിങ്ങൾ ഈ കമാൻഡിനെ റൺ ചെയ്യണം. ഒരു പക്ഷേ ഈ കമാൻഡിനെ വല്ല ഫയലിനെ കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് ശരിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഏത് ഫയലിനെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല, എന്താണ് കാരണം എന്നുള്ള ഇൻഫർമേഷന് ഒരു ലോഗ് ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലോഗ് ഫയലിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. വിൻഡോസ് ഡയറക്ടറിയിൽ ലോഗ് എന്നുള്ള ഒരു ഫോൾഡറിനകത്ത് ഇതുപോലെ ഒരു ലോഗ് ഫയലിനെ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് ഈ കമാൻഡിനെ നിങ്ങൾ റൺ ചെയ്ത പിന്നെ ഈ ലോഗ് ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ പ്രശ്നവും ഈ കമാൻഡ് ശരിയാക്കിയിട്ടുണ്ടോ, ശരിയാക്കാൻ പറ്റാത്ത വല്ല ഫയലുണ്ടോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾ ചെക്ക് ചെയ്തോളണം. ഈ കമാൻഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റായ ഒരു 2-3 ഓപ്ഷൻസ് മാത്രം നോക്കാം. SFC സ്കാൻ നൗ എന്നുള്ള ഈ കമാൻഡ് ടൈപ്പ് ചെയ്താൽ തന്നെ ഈ കമാൻഡ് ഫയലിൻ്റെ ഇൻറ്റഗ്രിറ്റി, ചേഞ്ച്ഡ്, മിസ്ഡ്, കറപ്റ്റ് ഫയലൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ ഫയലിന് ബാക്കപ്പ് നിന്ന് കോപ്പി ചെയ്തിട്ട് വിൻഡോസ് ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്ത് കളയും. ബാക്കപ്പിലില്ലെങ്കിൽ DVD കോപ്പി ചെയ്തിട്ട് ആ ഫയലിനെ ശരിയാക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് വല്ല ഫയലിന് ശരിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഇൻഫർമേഷന് ലോഗിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ താഴെ വെരിഫൈ ഓൺലി എന്നൊരു കമാൻഡ് ഉണ്ട്. ഈ കമാൻഡ് റൺ ചെയ്താൽ വിൻഡോസ് ഫോൾഡർ മുഴുവനും സെർച്ച് ചെയ്തിട്ട് വല്ല ഫയൽ കറപ്റ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫോം ചെയ്യും. ഈ ഫയലൊക്കെ കറപ്റ്റായിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയലിനെ ശരിയാക്കില്ല. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വെരിഫൈ ഓൺലി എപ്പോൾ വേണമെങ്കിലും റൺ ചെയ്യുക. കാരണം ഇത് ചെക്കിങ് മാത്രമേ ചെയ്യുള്ളൂ, ആ ഫയലിനെ കറക്റ്റ് ചെയ്യില്ല. ഇതുപോലെ വെരിഫൈ ഓൺലിനെ റൺ ചെയ്തിട്ട് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ SFC സ്കാൻ നൗ എന്നുള്ള കമാൻഡിനെ റൺ ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് ശരിയാക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരു ഫയൽ കറപ്റ്റായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഫയലിനെ മാത്രം ചെക്ക് ചെയ്യണം എന്ന് പറയാൻ പറ്റും. SFC സ്കാൻ ഫയൽ എന്നുള്ള ഈ കമാൻഡിനെ നിങ്ങൾ റൺ ചെയ്താൽ നിങ്ങൾ എന്ത് ഫയലിന് പറയുന്നുവോ ആ ഫയലിനെ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ആ ഫയലിൽ വല്ല പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് കാണിക്കും. ഈ കമാൻഡിനെ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ C ഡ്രൈവിൽ വിൻഡോസിൽ എന്ത് ഫയലിനെ ചെക്ക് ചെയ്യണം എന്നുള്ള ആ ഫയൽ ഇൻഫർമേഷനും കൂടി ടൈപ്പ് ചെയ്യണം. ഇത് തന്നെ നിങ്ങൾക്ക് SFCയിൽ വെരിഫൈ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡും നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ റൺ ചെയ്യുമ്പോൾ ഫയലിൻ്റെ പേരെന്താണ്, ഫയൽ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം. ഈ കമാൻഡ് നിങ്ങൾക്ക് ചേഞ്ച്ഡ്, മിസ്ഡ്, കറപ്റ്റ് ഫയലൊന്നും ചെക്ക് ചെയ്യില്ല. ഉള്ള ഫയൽ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഈ കമാൻഡിൽ ഇനിയും 2-3 ഓപ്ഷൻസ് ഉണ്ട്. ബൂട്ടിംഗ് പ്രോബ്ലം വല്ലതും വരാണെങ്കിൽ എന്തുകൊണ്ടാണ് ബൂട്ടിംഗ് പ്രോബ്ലം വരുന്നത് എന്നുള്ളതിന് ഈ കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവരെ സ്റ്റാർട്ടപ്പ് ഫെയിലിയർ പറഞ്ഞാൽ എന്താണ്, ബൂട്ടിംഗ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നോക്കിയിട്ടില്ല. ബൂട്ടിംഗ് ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ SFC കമാൻഡിൽ ബൂട്ടിങ്ങിനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഈ കമാൻഡിനെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യണം. കമാൻഡ് പ്രോംപ്റ്റിന് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ചിൽ വേണം കമാൻഡിനെ ഓപ്പൺ ചെയ്യാൻ. CMD എന്ന് ടൈപ്പ് ചെയ്തിട്ട് Ctrl+Shift+Enter കീ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റർ പവറിൽ കമാൻഡിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ SFC എന്ന് ടൈപ്പ് ചെയ്തിട്ട്
ഗ്യാപ്പ് വിട്ടിട്ട് സ്കാൻ നൗ എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഈ കമാൻഡ് റൺ ആവാൻ കുറേ സമയം പിടിക്കും. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കുറേ ഫയൽസ് ഉണ്ട്. ഓരോ ഫയലിനും ഓപ്പൺ ചെയ്തിട്ട് ഈ കമാൻഡ് ചെക്ക് ചെയ്യണം. അതുപോലെ ചെക്ക് ചെയ്യാൻ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് സമയം പിടിക്കാം. നമ്മൾ വീഡിയോവിനെ പാസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടി വീഡിയോവിനെ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100% കംപ്ലീറ്റായി എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ താഴെ കുറച്ച് ഫയലിനെ എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടില്ല, ആ ഇൻഫർമേഷൻ ഈ ലോഗ് ഫയലിലുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഈ ലോഗ് ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് എന്തൊക്കെ ഫയലിനെ ശരിയാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നോക്കണം. ഇവിടെ കോപ്പി ചെയ്തിട്ട് ആ ഫോൾഡറിന് ഇവിടെ ഓപ്പൺ ചെയ്യുക. ഈ ഫോൾഡറിനകത്ത് ഈ ലോഗ് ഫയലിനെ ഓപ്പൺ ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഫെയിൽ എന്ന് എവിടെയൊക്കെ കാണിക്കുന്നുണ്ട് എന്നുള്ളതിന് ചെക്ക് ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതുപോലെ എറർ കാണിക്കുന്നത് എന്ന് നോക്കിയാൽ നമ്മൾ ആദ്യമേ നോക്കിയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ DVD ഇൻസെർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കമാൻഡിനെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കപ്പിൽ ഇല്ലാത്ത ഫയലിന് DVD എടുത്ത് കോപ്പി ചെയ്തിട്ട് ആ പ്രോബ്ലത്തിനെ ശരിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ DVD ഇൻസെർട്ട് ചെയ്യാതെയാണ് ഈ കമാൻഡിനെ റൺ ചെയ്തത്. അതുകൊണ്ടാണ് കുറേ എറർ കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കിയാൽ ഇൻ്റർനെറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം DVD ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ മൗണ്ടിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പുതിയതായിട്ട് ഒരു DVD ഡ്രൈവ് ക്രിയേറ്റ് ആവും. ഇതുപോലെ ISO ഫയലിനെ മൗണ്ട് ചെയ്തിട്ട്, അതായത് ISO ഫയലിൻ്റെ DVD കമ്പ്യൂട്ടറിൽ ഇൻസെർട്ട് ചെയ്തിട്ട് പിന്നീട് വേണം ഈ കമാൻഡിനെ റൺ ചെയ്യാൻ. അതുപോലെ റൺ ചെയ്താൽ മാക്സിമം പ്രോബ്ലത്തിന് ഇത് ശരിയാക്കും. പക്ഷേ രജിസ്ട്രീൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലത്തിന് ഈ കമാൻഡ് ശരിയാക്കില്ല. അതിന് രജിസ്ട്രീനെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്നുള്ള ഒരു സെക്ഷനിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്ന എല്ലാ പ്രോബ്ലവും എങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ള കാര്യം നോക്കാം. താങ്ക് യു.